على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فإذا حييتم بتحية فحيوا بأحسن منها أو ردوها. قال سيدنا ونبينا محمد صلى الله عليه وسلم: أفشوا السلام وأطعموا الطعام وصلوا الأرحام وصلوا والناس نيام تدخلوا الجنة بالسلام. فإن جدي رسول الله كان يقول: أنت الخليفة لي في خير كل مقول، فكل أمتي المدد ارتضاك يقول، فأنت قيم الشرع محيي الدين يا محيي الدين يا محيي الدين يا محيي الدين عبد القادر جيلاني. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഏതാണ്ട് 2 ദിവസത്തിലേറെ നീണ്ടു നിൽക്കുന്ന നമ്മുടെ വിദ്യാർത്ഥികളുടെ പരിപാടി പ്രൗഢമാണ്, സന്തോഷകരമാണ്. ഖബൂലിയത്ത് അല്ലാഹു തആല നൽകുമാറാവട്ടെ. നല്ല മാസം ലോക ജനതയെ അല്ലാഹുവിന്റെ ദീനിലേക്ക് കൂട്ടിച്ചേർത്ത് മുസ്ലിം ഉമ്മത്തിനിക്ക് വളരെ നല്ല ഒരു വഴിധാര നൽകിയ ഗൗസുൽ ആലം ശൈഖ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്സല്ലാഹു സർറഹുൽ അസീസ് തങ്ങളുടെ അനുസ്മരണം ലോകത്തിന്റെ എല്ലാ ഭാഗത്തും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ സ്നേഹലോകം എന്നൊരു സന്ദേശം ഉയർത്തിപ്പിടിച്ച് കേരളത്തിലുടനീളം സുന്നി യുവജന സംഘത്തിന്റെ പ്രവർത്തകർ ഒരു നല്ല സന്ദേശം കേരള ജനതയ്ക്ക് നൽകിക്കൊണ്ട് എല്ലാ സോണുകളിലും നല്ല സംഗമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്താണ് കൂട്ടിച്ചേർക്കലിന്റെ സൗന്ദര്യം എന്ന മഹത്തായ ഒരു സന്ദേശവുമായി യസൂക്കിലെ പ്രിയപ്പെട്ട നമ്മുടെ കൂട്ടുകാർ സംഗമിക്കുന്നത്. ആ 2 സന്ദേശവും തമ്മിൽ ചെറിയ ബന്ധമല്ല, വലിയ ബന്ധമുണ്ട്. കൂട്ടിച്ചേർക്കലിന്റെ സന്ദേശം എവിടെയൊക്കെ ഉയർന്നു കാണുന്നുവോ അവിടെ മുഴുവനും സ്നേഹത്തിന്റെ ലോകം വിടർന്നു കാണുന്നുണ്ട്. സ്നേഹത്തിന്റെ ലോകം ഏത് ഭാഗത്തൊക്കെ വിടർന്നു കാണുന്നുണ്ടോ അവിടെ മുഴുവനും കൂട്ടിച്ചേർക്കലിന്റെ സന്ദേശം വിടർന്നു കാണുന്നു. ചുരുക്കി പറഞ്ഞാൽ സ്നേഹത്തിന്റെ ലോകവും കൂട്ടിച്ചേർത്തലിന്റെ സൗന്ദര്യവും തമ്മിലുള്ള ബന്ധം എന്ത് എന്ന് ചോദിച്ചാൽ മുത്തഅല്ലിമീങ്ങൾ ചർച്ച ചെയ്യും. അത് ഉമൂം ഖുസൂസ് മുത്ലഖാണോ, അതല്ല മിൻവജിയാണോ, അതല്ല തസാവിയാണോ എന്നൊക്കെ. തബായിനി എന്തായാലും അല്ല. പൂർണ്ണമായിട്ട് അതിന്റെ ഇടയിലുള്ള നിസ്ബ തസാവി എന്ന് കണ്ടുപിടിക്കാൻ കഴിയും. സ്നേഹത്തിന്റെ ലോകം എവിടെയൊക്കെ ഉണ്ട് അവിടെയൊക്കെ കൂട്ടിപ്പിടിക്കലിന്റെ വ്യക്തമായ സന്ദേശം. ധാരാളം മതങ്ങളുള്ള ഇന്ത്യ രാജ്യത്താണ് നാം ജീവിക്കുന്നത്. ധാരാളം സംസ്കാരങ്ങളുള്ള ഒരു രാജ്യത്താണ് നാം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ സംസ്കാരത്തിന്റെ ഇടയിൽ, ഈ ജീവിതത്തിന്റെ ഇടയിൽ
മനുഷ്യർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന വ്യക്തമായൊരു സന്ദേശമാണ് കൂട്ടിച്ചേർത്തലിന്റെ സൗന്ദര്യം എന്നത്. പരസ്പരം ജനങ്ങളെ കൂട്ടിയിണക്കുന്നതിൽ, കൂട്ടിച്ചേർത്തുന്നതിൽ ഇസ്ലാം പഠിപ്പിച്ച സന്ദേശം പോലെ ലോകത്ത് മറ്റൊരു സന്ദേശം മറ്റൊരു മതത്തിലും പഠിപ്പിച്ചതായി കാണില്ല. ആരാണ് വരുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. രാവിലെ തന്നെ കാണുന്നത് ഒരാൾ കടന്നു വരികയാണ്. ഹിന്ദുവാകട്ടെ, മുസ്ലിം ആകട്ടെ, ക്രിസ്തുവാകട്ടെ, ആരാകട്ടെ, മതമുള്ളവനാകട്ടെ, മതമില്ലാത്തവനാകട്ടെ, കടന്നു വരുന്നത് ഒരു ദുഃഖ വാർത്ത അറിയിക്കുന്നതിന് വേണ്ടിയാണ്. അച്ഛന്റെ മരണം അല്ലെങ്കിൽ ഉപ്പയുടെ മരണം ഇതറിയിക്കുന്നതിന് വേണ്ടി കടന്നു വരുന്ന ഒരു മനുഷ്യരോട് പറയാൻ പറ്റുന്ന ഏറ്റവും നല്ല വാചകം ഏത് എന്ന് നിങ്ങൾക്ക് 3 സെക്കൻഡ് ചിന്തിക്കാൻ വിട്ടു തന്നു. ഏതായിരിക്കും ഏറ്റവും നല്ല സന്ദേശം? രാവിലെ തന്നെ കടന്നു വരുന്നവനോട് അച്ഛന്റെ മരണവാർത്ത, ഉപ്പയുടെ മരണവാർത്ത, അമ്മയുടെ മരണവാർത്ത തൊട്ടപ്പുറത്തേക്ക് അറിയിക്കാൻ കടന്നു വരുന്ന ഒരുത്തരോട് പറയാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു വാചകേത മലയാളത്തിൽ പറയാം. ഏതായിരിക്കും? ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. മോനോട് രാവിലെ തന്നെ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞോക്കി നല്ല പ്രഭാതം അർത്ഥം ചിന്തിക്കണോനാണെങ്കിൽ അടി കിട്ടി. എനിക്ക് നല്ല പ്രഭാതം. എന്റെ അമ്മ അവിടെ, എന്റെ അച്ഛനവിടെ മരിച്ചെടുക്കുക. അവനോട് പറയാൻ പറ്റുന്ന ഏറ്റവും നല്ല വാചകം ദൈവത്തിന്റെ സംരക്ഷണം ഉണ്ടാകട്ടെ. അറബിയിൽ വായിക്കുമ്പോൾ അസ്സലാമു അലൈക്കും, അല്ലാഹുവിന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. കണ്ടാലോ, കോഴിക്കോട് പോയിട്ട് ഒരു ഹൈന്ദവ സഹോദരൻ അറബിയുടെ പ്രസംഗം കേട്ട് ഒരു പ്രസംഗത്തിൽ ഒരു വാചകം തിരിയുന്നില്ല. അവസാനം പിറ്റേന്ന് അങ്ങാടി വന്നിട്ട് ഈ ഹൈന്ദവ സഹോദരൻ അവതരിപ്പിച്ചു, നല്ല പ്രസംഗമാണ് അറബിന്റെ പ്രസംഗം, ഒക്കെ അറബിയിലാണ്, പക്ഷെ സലാം പറഞ്ഞത് മലയാളത്തിലാ, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാല് ഇത്രത്തോളം അല്ലാഹുവിന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്നുള്ള ഭാഷ ഹിന്ദുവിലേക്ക് കയറി ചെന്നു, മതമുള്ളവനിലേക്ക് കയറി ചെന്നു, മതമില്ലാത്തവനിലേക്ക് കയറി ചെന്നു. എന്താണ് ആ വാചകം? അർത്ഥം ചിന്തിച്ചുകൊണ്ട് ഒരു ശത്രുവിനോട് പറയാൻ കഴിയില്ല. സ്നേഹത്തോടുകൂടി ആരോടും ഉച്ചരിക്കാൻ പറ്റുന്ന വാചകം. ഞാൻ ചോദിക്കുന്നു, പരസ്പരം കണ്ടുമുട്ടുന്ന സമയത്ത് ഇത്രയും നല്ല സന്ദേശം കൈമാറാൻ ലോകത്ത് പഠിപ്പിച്ച മതം ഏതുണ്ട്? ഇസ്ലാം, ഇസ്ലാം, ഇസ്ലാം മാത്രം. ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നതിനേക്കാൾ, ഗുഡ് ആഫ്റ്റർ എന്ന് പറയുന്നതിനേക്കാൾ ഒക്കെ നല്ല വാചകം ദൈവത്തിന്റെ അനുഗ്രഹം മാത്രമല്ല. കൈ ഇങ്ങനെ കൂട്ടിപ്പിടിക്കുന്നു, മുസാഫഹത്ത്. ഈ പിടുത്തം വല്ലാത്ത സന്തോഷത്തിന്റെ പിടുത്തമാണ്. ഈ പിടുത്തം ആത്മാർത്ഥമായിട്ട് പിടിക്കുന്ന ഒരു സമയം. അറിയില്ല, ഞങ്ങളൊക്കെ പിടിക്കാൻ നിൽക്കുകയാണ്. എന്നൊക്കെ പറയുമ്പോ എന്തോ ഒരു സന്തോഷമുള്ള പിടുത്തായിരിക്കും നരങ്ങൾ. കോളേജിൽ നിന്ന് ഇറങ്ങി സനത് വാങ്ങിയിട്ട് സഖാഫിയായിട്ടോ ഹസനിയായിട്ടോ ഫാദിലിയായിട്ടോ ഒന്നാമത്തെ പുതിയാപ്പിള ഇറങ്ങിണ്ടെങ്കിൽ രണ്ടാമത്തെ പുതിയാപ്പിള അത് സത്യത്തിൽ സവ്വത്തുക്ക വങ്കത്തുക്ക എന്നുള്ള ആ സീറത്ത് വേണ്ടിയിട്ടാണ്. അല്ല, ആ പിടുത്തം ഒരു വല്ലാത്ത പിടുത്തമാണ്. എത്ര സന്തോഷമുള്ള എനിക്കൊന്നും ഓപ്പറേറ്റർമാർ കല്യാണം കഴിച്ചില്ല, ഓൽക്കോ ചെറിയ വരുന്നുണ്ട്. ഇതാ കാരണം, സംഭവം ഇതിലാണ്. ഏറ്റവും നല്ല സന്തോഷത്തോടുള്ള പിടുത്തം, സ്നേഹത്തോടുകൂടി കൂട്ടിച്ചേർക്കലിന്റെ പിടുത്തം. ഞാൻ ചോദിക്കുന്നു, ഇത്രയും ഒരു നല്ല സന്ദേശം ലോകത്ത് കൈമാറിയ ലോകത്ത് സന്ദേശം അറിയിച്ച മതം മറ്റേതുണ്ട് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ? ഇല്ല എന്നുള്ളതാണ് സത്യം. അല്ലാഹുവിന്റെ റസൂൽ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, ലാ തദ്ഖുലുൽ ജന്ന, ലാ തദ്ഖുലുൽ ജന്ന, നിങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കുകയില്ല. ഏതുവരെ? ഹത്താ തുഅ്മിനൂ,
നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വാസികളാകുന്നത് വരെ നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കാതെ, മനസ്സറിഞ്ഞ് സ്നേഹിക്കാതെ നിങ്ങൾ ഒരാളും വിശ്വാസിയാകുന്നില്ല. ലോകത്ത് ഒരാളോടും വെറുപ്പ് പാടില്ല, ലോകത്ത് ഒരാളോടും കറ പാടില്ല. മനസ്സിലൊന്ന് വെച്ച് പുറത്ത് മറ്റൊന്ന് പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് ചേർത്ത് പിടിക്കലല്ല, ചേർത്ത് നിൽപ്പിന്റെ പേരിലുള്ള ഏറ്റവും വലിയ വഞ്ചനയാണ്. നമുക്കറിയാം, ഏതാണ്ട് വർഷം മുമ്പ് നമ്മുടെ ലോകസഭയിൽ നമുക്ക് മുസ്ലിം സഹോദരനാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു MP ഘോരമായി സംസാരിക്കുന്നു. മുസ്ലിം സമുദായത്തിന് വേണ്ടി, മുസ്ലിം സമൂഹത്തിന് വേണ്ടി ഘോരമായി സംസാരിക്കുന്നു. രാജ്യം ഭരിക്കുന്ന മോദിയുടെ മുഖത്ത് നോക്കിയിട്ടാ സംസാരിക്കുന്നത്, വളരെ ഗൗരവത്തിൽ. നമ്മളൊക്കെ സോഷ്യൽ മീഡിയയിൽ അതിങ്ങനെ വീണ്ടും വീണ്ടും കാണുക. എന്താപ്പത് കാണുന്നത്? ലോകസഭയിൽ ഒരാൾ എഴുന്നേറ്റ് ഒറ്റയാൻ പോരാട്ടം നടത്തുന്നു. എല്ലാവരും സന്തോഷിച്ചു. പിന്നീട് കാണുന്നത് ലോകം ഭരിക്കുന്ന വർഗീയവാദികളുടെ ഇടയിൽ കൂട്ടുനിന്നിട്ട് ഈ സമുദായത്തെ വഞ്ചിക്കുന്ന വഞ്ചനയായിരുന്നു. ഇന്നലെയും മിനിയാന്നുമൊക്കെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായ വാർത്ത കാണുന്നു. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും, ചിന്തിച്ചിട്ടുണ്ടാകും എന്നാ ഞാൻ മനസ്സിലാക്കുന്നത്. മുസ്ലിം ഉമ്മത്തിനെ വല്ലാതെ സന്തോഷിപ്പിക്കുന്ന ഒരു നല്ല വാർത്തയാണ് കാണുന്നത്. പക്ഷേ അതിന്റെ പിന്നിലും ഞാൻ പറയുന്നു, ഓർമ്മപ്പെടുത്തുന്നു, ഒരു നല്ല വാർത്തയായിട്ട് 100% വിശ്വസിച്ചുകൊണ്ട് അതിന്റെ പിന്നാലെ പോകാൻ ഈ ഉമ്മത്ത് കഴിയുമോ എന്ന് ഇനിയുള്ള കാലം നമുക്ക് അതിന് പ്രവർത്തി മനസ്സിലാക്കി. എന്താണ് ആ വാർത്ത? ഐ ലവ് മുഹമ്മദ്. ഞാൻ മുഹമ്മദിനെ സ്നേഹിക്കുന്നു, ഞാൻ മുഹമ്മദിനെ സ്നേഹിക്കുന്നു. ലോകസഭയിൽ ഉയർന്ന ശബ്ദം. ലോകസഭയിൽ എന്ന് മാത്രമല്ല, രാജ്യത്തിന്റെ നാനാഭാഗത്ത് ഐ ലവ് മുഹമ്മദ് എന്നുള്ള മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശക്തമായ പ്രകടനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതിന്റെ പിന്നിലും സന്തോഷത്തിന്റെ ഒരു വാചകം കാണുന്നുണ്ടെങ്കിൽ അതിലേറെ ആശങ്കകളുടെ ഒരവസ്ഥയാണ് അതിന്റെ പിന്നിലും കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായിരിക്കും അതിന്റെ പിന്നിലുള്ള രഹസ്യമെന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ കണ്ടറിയാം. ഒരുപക്ഷേ നമ്മുടെ രാജ്യത്തിന്റെ നാനാഭാഗത്ത് വർഗീയ വശം അത് പുറത്തേക്ക് ചാടിച്ച് ആ രൂപത്തിൽ മുസ്ലിമീങ്ങളെ ഓരോ നാട്ടിൽ നിന്നും ക്ലൗഡോസുബിന്റെ JCBയുടെ അതേ രൂപത്തിൽ തന്നെ മറ്റ് ബിൽഡിങ്ങുകൾ പൊളിക്കുന്ന, പള്ളികൾ പൊളിക്കുന്ന, സമൂഹത്തെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു പ്രവർത്തനത്തിലേക്കാണോ ഐ ലവ് മുഹമ്മദ് എന്നുള്ള മുദ്രാവാക്യത്തിന്റെ അർത്ഥങ്ങൾ കടന്നു പോകുന്നത് എന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ചുരുക്കി പറഞ്ഞത്, സന്തോഷത്തിന്റെ പേരിൽ കാണുന്ന ചേർത്ത് നിൽപ്പുകളൊക്കെ യഥാർത്ഥ ചേർത്ത് നിൽപ്പാണെന്ന് പറയാൻ പറ്റില്ല. എങ്ങനെയാണ് നാം ആരോടാണ് ചേരേണ്ടത്? നാം ആരോടാണ് ചേരേണ്ടതിലേക്ക് ചേരുമ്പോഴാണ് യഥാർത്ഥ ചർച്ചയാകുന്നത്. അപ്പോഴാണ് ചർച്ചയുടെ സൗന്ദര്യം ലഭിക്കുന്നത്. അടിമയായ നാം ഉടമയായ അല്ലാഹുവിലേക്ക് ചേരണം. ഈ ആ യാത്രയുടെ ഇടയിൽ നാം സൂക്ഷിക്കേണ്ട കുറെ നിയമങ്ങളുണ്ട്, നാം സൂക്ഷിക്കേണ്ട കുറെ സന്ദേശങ്ങളുണ്ട്. അങ്ങനെ ചേരേണ്ടതിലേക്ക് ചേരുമ്പോഴാണ് ചർച്ചക്ക് സൗന്ദര്യങ്ങൾ ലഭിക്കുന്നത്. സൃഷ്ടികളായ നാം സൃഷ്ടാവായ അല്ലാഹുവിലേക്കുള്ള ചേരൽ, അതിന് നിയമങ്ങളുണ്ട്, അതിന് പരിധികളുണ്ട്, അതിന് സൂക്ഷിക്കേണ്ട ഭാഗങ്ങളുണ്ട്. നമ്മുടെ ഇതിന്റെ അടിസ്ഥാനം, ഈ ചർച്ചയുടെ അടിസ്ഥാനം അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഒരു സന്ദേശമാണ്, ആ ഒരു അടിസ്ഥാനമാണ് നമ്മുടെ ചർച്ചയുടെ അടിസ്ഥാനം എന്ന് മനസ്സിലാക്കണം.
ഷഹാദത്താണ് നമ്മുടെ ചർച്ചയുടെ അടിസ്ഥാനം. ഷഹാദത്ത് മനസ്സിലുള്ളവൻ, ഷഹാദത്ത് ഖൽബിൽ കയറ്റിയവൻ, അവർക്ക് തോന്നുന്നത് പോലെ സംസാരിക്കാൻ കഴിയില്ല. ചിന്തിക്കുന്നത് പോലെ ഏതെങ്കിലും അർത്ഥമില്ലാത്ത ചിന്തിക്കാൻ കഴിയില്ല. എന്തെങ്കിലും പറയുവാനോ പിടിക്കുവാനോ കഴിയില്ല. അതിനൊക്കെ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ, അവന്റെ മനസ്സ് നന്നാക്കി സഞ്ചരിക്കുമ്പോൾ, ആ സഞ്ചാര പദത്തിൽ വല്ല വിഷമങ്ങളും പ്രയാസങ്ങളും വന്നാലും അതിന് ചേർത്ത് നിർത്തലിന്റെ ഗുണം ലഭിക്കുമെന്ന് സയ്യിദുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. അല്ലാഹുവിന്റെ ഹബീബ് ഒരു യാത്രയിലാണ്, പ്രതിരോധത്തിന്റെ യാത്ര. അവിശ്വാസികളുമായി പ്രതിരോധത്തിൽ ഏർപ്പെട്ട് അങ്ങനെ അതിന്റെ ഇടയിൽ അല്ലാഹുവിന്റെ ഹബീബ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബ കിറാമിനോട് പറയുകയാണ്, സ്വഹാബ മാ സിർതും മസ്യറ, നമ്മുടെ യാത്രയിൽ മാ സിർതും മസ്യറ വലാ ഖതഅതും വദിയാ. സ്വഹാബ, ഒരു മലഞ്ചെരുവും നാം വിട്ടുകടന്നിട്ടില്ല, ഒരു സ്ഥലങ്ങളും നാം, ഒരു യാത്രയും നാം ചെയ്തിട്ടില്ല. എന്തേ പ്രത്യേകത? ഇന്ന ബിൽ മദീനത്തി ലരിജാലൻ, ഇന്ന ബിൽ മദീനത്തി ലരിജാലൻ, മദീനയിൽ ഒരു വിഭാഗം ആളുകളും നമ്മളോട് കൂടെ പോരാൻ, ഈ പ്രതിരോധത്തിന് പോരാൻ തയ്യാറെടുത്ത് കാത്തിരിക്കുന്നുണ്ട്. പക്ഷെ അവർ നമ്മോടൊപ്പം വന്നിട്ടില്ല. ചെറുത്തുനിൽപ്പിന്റെ കൂലി, പ്രതിരോധത്തിന്റെ കൂലി, നാം ചെയ്യുന്ന ഈ ഇബാദത്തിന്റെ കൂലി അവർക്കും ചേരുമെന്ന് സയ്യിദുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. ഇന്ന ബിൽ മദീനത്തി ലരിജാലൻ, മദീനയിൽ അല്പം ആളുകളുണ്ട്. നമ്മളാണെങ്കിൽ യാത്രയിലാ. മസിർതും മസീറ വലാ ഖതഅതും വദിയാ. സഹബ, നിങ്ങൾ ഒരു കാലടിയും അങ്ങോട്ട് മുന്നോട്ട് വെച്ചിട്ടില്ല, നിങ്ങളൊരു മലഞ്ചെരുവും വിട്ടുകടന്നിട്ടില്ല. ഇല്ലാ കാനൂ മഅക്കും, ആ മദീനയിൽ തങ്ങി നിൽക്കുന്നവർ നിങ്ങളോടൊപ്പമായിട്ടല്ലാതെ, നിങ്ങളോടൊപ്പം അവർ നിങ്ങളോടൊപ്പമുണ്ട്. ഇപ്പോൾ അവർ മദീനയിലാണെങ്കിലും നിങ്ങൾക്ക് ലഭിക്കുന്ന അതേ കൂലി, പ്രതിരോധത്തിന്റെ കൂലി എല്ലാം അവർക്ക് ലഭിക്കുന്നുണ്ട്. എന്തേ കാരണം? മറ്റൊന്നുമല്ല, അവർക്ക് പ്രതിരോധ ശേഷി, പ്രതിരോധത്തിന് പോരാൻ പറ്റില്ല. അവർ രോഗികൾക്ക് നമ്മോടൊപ്പം ചേർന്ന കൂലിയുണ്ട് എന്ന് സയ്യിദുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജമാഅത്തിൽ എല്ലാ ദിവസവും പങ്കെടുക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഹബീബ് പഠിപ്പിച്ചു, അവർക്ക് ജമാഅത്തിന് പങ്കെടുക്കാൻ കഴിയാത്ത രോഗങ്ങളോ മറ്റോ വന്നു കഴിഞ്ഞാൽ അവർക്ക് ജമാഅത്തിന്റെ കൂലിയുണ്ട് എന്ന്. പെൻഷൻ ഇന്ന് നമ്മുടെ നാട്ടിൽ വ്യാപകമായി പെൻഷൻ കൊടുക്കുന്നുണ്ട്. സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപകൻ അവർക്ക് പഠിപ്പിക്കാൻ കഴിയാതെ വന്നാൽ, അതേ രൂപത്തിൽ തന്നെ മറ്റുള്ള മേഖലയിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർ, അവർക്ക് ആ ജോലി ചെയ്യാൻ കഴിയാത്ത സാഹചര്യം വന്നാൽ എന്ന് പറഞ്ഞാൽ അവർക്ക് അതിന്റെ പരിധിയിലുള്ള വയസ്സ് കഴിഞ്ഞാൽ അവർക്ക് പെൻഷൻ ലഭിക്കുന്നു. ഈ പെൻഷൻ സമ്പ്രദായം യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ നടപ്പാക്കിയത് ഇസ്ലാം. ചെയ്യാൻ കഴിയാത്ത സാഹചര്യം വന്നാൽ പഴയ കാലത്ത് ചെയ്തതിന്റെ പ്രതിഫലം നൽകണമെന്ന് സയ്യിദുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി. ചേർത്ത് നിൽപ്പ്, മുസ്ലിം ഉമ്മത്തിനെ പോലെ ചേർത്ത് നിൽക്കുന്ന വിഭാഗന്മാരുണ്ട്. രാവിലെ തന്നെ ഹയ്യാന സ്വലാ ഹയ്യാനൽ ഫലാ എന്നുള്ള ആ ഒരു നല്ല ധ്വനി നമ്മുടെ ചവിട്ടിലേക്ക് എത്തിയാൽ ഞാൻ പോകുന്നു, സ്വഫായിട്ട് നിൽക്കുന്നു. അല്ലാഹുവിന്റെ ഹബീബ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, ലതുസവ്വുന്ന സുഫൂഫക്കും, നിങ്ങൾ നിങ്ങളുടെ സ്വഫിനെ അടുപ്പിച്ച് ചേർത്ത് നിർത്തണം. അച്ചേരലാണ് നമ്മുടെ മുദ്രാവാക്യം. ചേർത്ത് നിൽപ്പിൽ അതിന്റെ സൗന്ദര്യമാണ് നമ്മുടെ മുദ്രാവാക്യം. ഹബീബ് പഠിപ്പിച്ചു, നിങ്ങൾ ചേർന്ന് നിൽക്കണം. മനസ്സ് ചേർച്ചയുള്ളവനിക്ക് ആ ചേർച്ചയ്ക്ക് കഴിയുകയുള്ളൂ.
ആ ചേർത്ത് നിൽപ്പിൽ നിങ്ങൾ വളഞ്ഞാൽ നിങ്ങളുടെ ഇടയിൽ ഒരു വലിയ ഭിന്നിപ്പ് വരുമെന്ന്, അനൈക്യം വരുമെന്ന്. അത് നിങ്ങളുടെ ഇടയിൽ നിങ്ങളുടെ ഇടയിൽ ഭിന്നിപ്പിന് കാരണമാകുമെന്ന്. നിസ്കാരത്തിലുള്ള സൊഫിന്റെ വളവ് മാറി അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുന്നത് നിങ്ങൾ ചേർന്ന് ജീവിക്കുന്നതിന് തടസ്സമാകുമെന്ന് സയ്യിദുൽ വറ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രാജ്യത്തോട് ചേർന്ന് നിൽക്കണം, പ്രജകൾ നേതാവിനോട് ചേർന്ന് നിൽക്കണം. ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മുടെ രാജ്യം ചേർന്ന് നിൽക്കുന്നത് ആരോടാ? ചേർന്ന് നിൽക്കേണ്ടത് ആരോടാ? ഗസയോട് ചേർന്ന് നിൽക്കേണ്ട സമയമാണിത്. ഫലസ്തീനികളോട് ചേർന്ന് നിൽക്കേണ്ട സമയമാണിത്. എത്ര വലിയ അരാജകത്വമാണ്, എത്ര വലിയ തോന്നിവാസമാണ് നമ്മുടെ ഫലസ്തീനിലും ഗസയിലുമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഗസയിലുള്ള പ്രിയപ്പെട്ട സഹോദരന്മാരുടെ മയ്യത്ത്, ഫലസ്തീനികളുടെ മയ്യത്ത്, അത് മയ്യത്താക്കി കഷ്ണം മുറിച്ചിട്ട് ഇസ്രായേൽ വെച്ച് പിടിച്ച് എന്നിട്ട് അതിന്റെ ഉള്ളിൽ ബോംബ് നിറച്ചിട്ട് ആ മയ്യത്ത് ഫലസ്തീനികൾക്ക് വിട്ടുകൊടുത്ത് ആ മയ്യത്ത് കബറടക്കാൻ പോകുന്ന സമയത്ത് ആളുകൾ കൂടി നിൽക്കുന്ന സ്ഥലത്ത് വെച്ചിട്ട് ബോംബ് പൊട്ടിത്തെറിക്കുന്നു. അതിലും 10ഉം 15ഉം 20ഉം 25 ഒറ്റടിക്ക് മരണപ്പെട്ടു പോകുന്നു. ഇത്രയും വലിയ കിരാതത്വം, ഇത്രയും വലിയ അക്രമം, ക്രൂരത ചെയ്യുന്ന ആ ഇസ്രായേലിനെ മാറ്റി നിർത്തി ഫലസ്തീനികളോട് ചേർന്ന് നിൽക്കേണ്ട രാജ്യങ്ങൾ ചേർന്ന് നിൽക്കേണ്ട സമയമാണ്. അവർക്കെതിരെ പ്രമേയം പാസാക്കിയപ്പോൾ നമ്മുടെ രാജ്യം, ഇന്ത്യ രാജ്യവും അത് ആ പ്രമേയത്തിന് ഫലസ്തീനിക്ക് ഗസയിലേക്ക് അനുകൂലമായിട്ട് നമ്മുടെ പ്രധാനമന്ത്രിയും ആ സന്ദേശം അയച്ചു എന്നുള്ളതിൽ ഇന്ത്യ രാജ്യത്തിൽ നമുക്ക് സന്തോഷിക്കാനുള്ള വകയുണ്ട്. ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് ചേർത്ത് നിൽപ്പൊരു വിഷയത്തിൽ മാത്രമല്ല. നാം ആരോടാണോ ചേരുന്നത് ആ ചേരുന്നവനോട് നീതിയുടെ പെരുമാറണം. എന്നാൽ ആ ചർച്ചയുടെ മാധുര്യം നമുക്ക് അനുഭവിക്കാൻ കഴിയും. നീ എങ്ങനെയാണുള്ളത് അതേ രൂപത്തിൽ നിന്നോട് റബ്ബ് ഇങ്ങോട്ട് കാണിക്കും. നീ ഒരാളോട് എന്താണോ ചോദിക്കുന്നത് അതിന്റെ ചോദ്യം യഥാർത്ഥത്തിൽ മനസ്സിലായാൽ മറുപടിയും ശരിയാകും. അടുത്ത ദിവസം മോങ്ങങ്ങാടിന്ന് ഒരു സഹോദരൻ ചോദിക്കുകയാണ്, യസൂക്കിലേക്ക് പോകാൻ എത്ര സമയം പിടിക്കും? 5 മിനിറ്റോ 10 മിനിറ്റോ 15 മിനിറ്റോ യസൂക്കിലേക്ക്? ചോദ്യം കേട്ടാളിങ്ങനെ അന്തം വിട്ട് ഇയാള് മറുപടി ഒന്നും പറയില്ല. പ്രത്യേകിച്ച് ഷുഗർ പ്രഷറൊക്കെ ഉള്ളവരോട് മറുപടി വരാന്നാല് അത് വേറെ പല കോലത്തുക്കും തിരിക്കും. ഒരട്ടം ചോദിച്ചു യസൂക്കിലേക്ക് എത്ര ദൂരമുണ്ട്? മറുപടി ഇല്ല. രണ്ടാമത് ചോദിച്ചു യസൂക്കിലേക്ക് എത്ര ദൂരമുണ്ടെന്ന് ചോദിച്ചു, അതിനും മറുപടി ഇല്ല. മൂന്നാമത്തെ ഗൗരവത്തിൽ നിങ്ങളോട് ചോദിച്ചു യസൂക്കിലേക്ക് എത്ര ദൂരമുണ്ടെന്ന്, ഇയാളോട് അതിന് മറുപടി ഇല്ല. അയാളിത് കേട്ടിട്ട് ഒരു മറുപടിയും പറയാത്തപ്പം ഈ ചങ്ങായി ഒരൊറ്റ പോക്ക്, ഒരൊറ്റ നടത്ത സ്പീഡിലാണ് ദേഷ്യം പിടിച്ചത്. ഈ രൂപത്തിലാണ് നിങ്ങൾ നടക്കണമെങ്കിൽ 6 മിനിറ്റ് മതിയായിരുന്നു. അല്ല, അയാൾ നടക്കണ കോലെങ്ങനെ അറിയണ്ടേ? സ്പീഡിലാണോ, സാവധാനത്തിലാണോ, അയാൾ റംലി നടത്താണോ? ഹജ്ജിന് പോയാൽ റംലി നടത്തണ്ടല്ലോ, അതാണോ, ഏതാണ് നടത്തം അറിയണ്ടേ? അപ്പൊ അതറിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത്, നമ്മൾ ഒരാളോട് എങ്ങനെ പെരുമാറുന്നു അതിനനുസരിച്ച് ഇങ്ങോട്ടും ഉണ്ടാകും. ചേർത്ത് നിൽപ്പ് എന്നുള്ളത് ഒരു വലിയ വിഷയമാണ്. എല്ലാ മേഖലയിലേക്കും ഇറങ്ങിച്ചെല്ലുന്ന വളരെ വ്യക്തമായ നല്ലൊരു വിഷയം. നാം നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട ഭാഗങ്ങളുണ്ട്. ഉമ്മയോടുള്ള പെരുമാറ്റം, ബാപ്പയോടുള്ള പെരുമാറ്റം, ഉസ്താദന്മാരോടുള്ള പെരുമാറ്റം, വലിയവരോടുള്ള പെരുമാറ്റം, ചെറിയവരോടുള്ള സ്നേഹം, അത് മുഴുവനും ഓരോ സമയത്തും സൂക്ഷിച്ചുകൊണ്ട് പെരുമാറാൻ അല്ലാഹുവിന്റെ ദീന്, നമ്മുടെ വിശ്വാസം, നമ്മുടെ ശഹാദത്ത് നമ്മോട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ പഠിപ്പിച്ചു തന്ന നേതാക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ നേതാവ് അതെ, പറയപ്പെടാൻ പറ്റുന്ന
എന്തെല്ലാം ഖൈറുകളുണ്ട്. ആ ഖൈറുകൾക്ക് മുഴുവനും ഹബീബ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു പ്രതിനിധിയായി അവിടുത്തെ അനന്തരാവകാശിയായി അയക്കപ്പെട്ട ഔലിയാക്കളുടെ നേതാവ് അതാണ് ഔസുൽ ആലം അഷ്ശൈഖ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ആ ഒരു ചിന്തയിലേക്ക് നമുക്ക് ചേരണം. ഈ മാസത്തിൽ ചേർത്തുനിൽപ്പിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം അവിടുന്ന് പഠിപ്പിച്ചു. എന്നിലേക്ക് ചേർന്നവൻ ഒരിക്കലും പരാജയപ്പെടൂല. അതെ, എന്നിലേക്ക് ചേർന്നവൻ മുരീദി, എന്റെ മുരീദ്, ലാ തഖഫ്, അവൻ പേടിക്കേണ്ടതില്ല. എന്നെ പിടിച്ചോർ ആരും പേടിക്കണ്ട, എന്നെ പിടിച്ചോർ ഞാൻ കാവലെന്നോർ. ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് അതെ, നമ്മുടെ ചേർത്തുനിൽപ്പ് നമ്മുടെ ജനനം മുതൽ നാം തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ മരണം വരെ ശ്രദ്ധിച്ചുകൊണ്ട് ജീവിക്കേണ്ട കുറെ മേഖലകളുണ്ട്. ഇവിടെയാണ് ഇവിടെയാണ് ചേർച്ച. അതാണ് സൗന്ദര്യം എന്നുള്ള മുദ്രാവാക്യത്തെ കുറിച്ച്, വ്യക്തമായ സന്ദേശത്തെ കുറിച്ച് നാം മനസ്സിലാക്കേണ്ടത്, പഠിക്കേണ്ടത്. അശരണരെ സഹായിക്കണം, അബലരെ സഹായിക്കണം. അല്ലാഹുവിന്റെ റസൂല് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, നിങ്ങൾ ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം ഭക്ഷിപ്പിക്കണം, ഭക്ഷണം നൽകണം. അത് വലിയൊരു ഇബാദത്താണ്. നമ്മുടെ മതം ഭക്ഷണം കൊടുക്കാൻ പഠിപ്പിച്ചതുപോലെ, സഹായിക്കാൻ പഠിപ്പിച്ചതുപോലെ മറ്റേത് മതത്തിലുണ്ട് എന്ന് പരിശോധിക്കേണ്ടവരാണ് നാം. അള്ളാഹുവിലേക്ക് ചേരണമെങ്കിൽ അള്ളാഹു തആല നമ്മോട് പറഞ്ഞൊരു വിഷയമുണ്ട്. അള്ളാഹുവിലേക്ക് നീ ചേരണോ, നീ സൃഷ്ടികൾ തമ്മിൽ ചേർച്ച ഉണ്ടാവണം. വല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫീ ഔനി അഖീഹി സയ്യിദുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, വല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫീ ഔനി അഖീഹി. അതെ, ഒരു സഹോദരൻ മറ്റൊരു സഹോദരനെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന കാലത്തോളം അള്ളാഹുവിന്റെ സഹായം അവർക്ക് പ്രതീക്ഷിക്കാം. എല്ലാ മേഖലയിലും ആ വിഷമം അനുഭവിക്കുന്നവൻ ഹിന്ദുവാണോ എന്ന് നോക്കേണ്ടതില്ല, മുസ്ലിമാണോ എന്ന് നോക്കേണ്ടതില്ല, ക്രിസ്തുവാണോ എന്ന് നോക്കേണ്ടതില്ല, മതമുള്ളവനാണോ എന്ന് നോക്കേണ്ടതില്ല, മതമില്ലാത്തവനാണോ എന്ന് നോക്കേണ്ടതില്ല. കണ്ടില്ലേ നിങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദ് സുൽത്താനുൽ ഉലമ തവ്വലല്ലാഹു ഉംറഹു മാസിക്കത്തി വൽ ആഫിയ. നോക്കൂ, നിങ്ങൾ ഒരു ഹൈന്ദവയായ ഒരു സഹോദരിയെ, ഒരു ഹൈന്ദവയായ ഒരു പെണ്ണിനെ അങ്ങകലെ യമനിലുള്ള ജയിലിൽ നിന്ന് രക്ഷിച്ചുകൊണ്ട് കൊണ്ടുവരാൻ അവിടുത്തെ ഏറ്റവും നല്ല പ്രവർത്തനം രാജ്യം സ്തുതിച്ചിട്ടുണ്ട്. എല്ലാ രാജ്യങ്ങളും അതിൽ സ്തുതിഗീതം പാടിയിട്ടുണ്ട്. നിമിഷപ്രിയ എന്ന പെണ്ണിന് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദിന്റെ കൈവിൽ, ഉസ്താദിന്റെ പരിധിയിൽ ഉള്ള രൂപത്തിൽ പ്രവർത്തിച്ചപ്പോൾ അതിന് അംഗീകാരം, രാജ്യത്തിന്റെ അംഗീകാരം വന്നു, മതമുള്ളവന്റെ അംഗീകാരം വന്നു, മതമില്ലാത്തവന്റെ അംഗീകാരം വന്നു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവിടുത്തെ വാക്കിലും പ്രവർത്തനത്തിലുമൊക്കെ വലിയ വലിയ സഹായം നൽകുമാറാവട്ടെ. ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് യഥാർത്ഥത്തിൽ ചേർത്തുനിൽപ്പ് എന്നുള്ളത് അത് രാജ്യത്തിന്റെ സൗന്ദര്യമാണ്, വ്യക്തിയുടെ സൗന്ദര്യമാണ്, സമൂഹത്തിന്റെ സൗന്ദര്യമാണ്. അതേ രൂപത്തിൽ തന്നെ നമ്മുടെ മതത്തിന്റെ സൗന്ദര്യമാണ്. അതേ രൂപത്തിൽ തന്നെ ഭക്ഷിപ്പിക്കണം. മാത്രമല്ല വസിലുൽ അർഹാം, അഫ്ശുസ്സലാം, സലാം പറയുന്നത് അധികരിപ്പിക്കണം. നേരത്തെ പറഞ്ഞതുപോലെ കൈകൊണ്ട് ചേർത്ത് പിടിച്ചിട്ട് നീ പറയുന്ന സലാം, ദൈവത്തിന്റെ സംരക്ഷണം നിനക്കുണ്ടാകട്ടെ എന്നുള്ള സന്ദേശം, ആ മുദ്രാവാക്യം ലോകത്ത് ഒരു മതത്തിനും ഇതേ രൂപത്തിലുള്ള ഒരു സന്ദേശം മുന്നോട്ട് വെക്കാൻ കഴിഞ്ഞിട്ടില്ല. അത്രയും സൗന്ദര്യമായ ഒരു സന്ദേശമാണ്. അറബിയോട് പറയാം, മലയാളിയോട് പറയാം, ഭാഷയുള്ളവരോട് പറയാം, ഇല്ലാത്തവരോട് പറയാം, ഏത് രാജ്യക്കാരനോടും പറയാം, ദൈവത്തിന്റെ സംരക്ഷണം ഉണ്ടാകട്ടെ എന്ന്. ആ രൂപത്തിൽ അഫ്ശുസ്സലാം, അത്ഇമുത് തആം, തന്നെയുമല്ല വസിലുൽ അർഹാം, കുടുംബ
കുടുംബബന്ധം ചേർക്കണം. പിണങ്ങി നിൽക്കുന്നത് എവിടൊക്കെയുണ്ട് അത് ചേർക്കണം. എന്റെ പ്രിയപ്പെട്ട മുത്തഅല്ലിമീങ്ങളെ, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഒന്നും കൂടി മുന്നോട്ട് ചിന്തിക്കണം. യസൂഖിന്റെ ഈ പ്രവർത്തനം, യസൂഖിന്റെ